ഫ്രാൻസ് പരാഗ്വേ മാച്ചിലെ റഫറിങ് വളരെ മോശമായിരുന്നു. പോർച്ചുഗൽ ക്രൊയേഷ്യ മാച്ചിലെ റഫറിങ് ഡിസിഷൻസൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇത്ര വലിയ ഡിസ്കഷൻസ് ആയില്ല. പക്ഷേ അർജന്റീന വിൻ ചെയ്തതോടെ സോഷ്യൽ മീഡിയ ഫുള്ള് ഹെയ്റ്റ് ക്യാമ്പയിനാണ്. ഹെയ്റ്റ് വാച്ച് ചെയ്ത കുറേ പേരുണ്ട്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ അവർക്ക് അങ്ങനെ തോന്നുന്നത് നാച്ചുറലാണ്. പക്ഷേ റിയാലിറ്റി എന്താണ്? 2 മിനിറ്റ് കൊണ്ട് നോക്കാം. ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ ക്വാർട്ടർ ഫൈനലിൽ ഫിഫ അപ്പോയിന്റ് ചെയ്തത് ഒരു ഫുൾ അർജന്റീന റഫറിങ് ടീമിനെയാണ്. മെയിൻ റഫറി ഫാക്കുണ്ടോ ടെല്ലോ, അസിസ്റ്റൻസ്, ഫോർത്ത് ഒഫീഷ്യൽ എല്ലാവരും അർജന്റീനയിൽ നിന്നാണ്. ഇത് കണ്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഫുൾ ഒരു ഡയലോഗ്, ഫ്രാൻസിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ അർജന്റീന റഫറീസിനെ വെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യം അതാണോ? ഫിഫ റൂൾ വളരെ സിമ്പിളാണ്. റഫറി ഒരിക്കലും കളിക്കുന്ന 2 ടീമിന്റെ രാജ്യത്ത് നിന്നാവരുത്. ഫ്രാൻസ് UEFA ആണ്, മൊറോക്കോ CAF, അർജന്റീന കോൺമിബോൾ. അതുകൊണ്ട് ഫിഫ റൂൾസ് പ്രകാരം അർജന്റീന കംപ്ലീറ്റ്ലി ന്യൂട്രലാണ് ഇതിൽ. അപ്പോൾ രണ്ടാമത്തെ ഡൗട്ട്, പിന്നെ എന്തിനാ ഫുൾ അർജന്റീന റഫറിങ് ടീം? റീസൺ സിമ്പിളാണ്. അവർ കുറേ വർഷങ്ങളായി ഒരുമിച്ച് ഒഫീഷ്യേറ്റ് ചെയ്യുന്ന ടീമാണ്. ഗ്രൗണ്ടിൽ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവും, കോർഡിനേഷൻ ബെറ്റർ ആവും. അതുകൊണ്ട് തന്നെ ഫിഫ പല ടൂർണമെന്റിലും ഇങ്ങനെ സെയിം കൺട്രി ക്രൂസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാറുണ്ട്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, 2 ദിവസം മുൻപ് നടന്ന അർജന്റീന ഈജിപ്റ്റ് മാച്ചിൽ ഒഫീഷ്യേറ്റ് ചെയ്തത് ഫുൾ ഫ്രാൻസ് റഫറിങ് ടീമായിരുന്നു. അപ്പോൾ ആ മാച്ച് കഴിഞ്ഞ് ഈജിപ്റ്റ് ഫിഫയ്ക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തു, ഒരു ഗോൾ ക്യാൻസൽ ചെയ്തതും പിന്നെ വേറെ ഡിസിഷൻസും അർജന്റീനയ്ക്ക് ഫേവറായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്കും തോന്നാമല്ലോ, ഫ്രാൻസും അർജന്റീനയും 2022 പോലെ ഇനി ഒരു ഫൈനലിലൂടെ വരാൻ വേണ്ടി അവർ ഒത്തുകളിക്കുക എന്നൊക്കെ. ഫുട്ബോളിൽ ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ മേജർ ടൂർണമെന്റിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബിഗ് മാച്ചസ് ആയാലും റഫറീസ് എപ്പോഴും നിരീക്ഷണത്തിലായിരിക്കും. ഫ്രാൻസ് മൊറോക്കോ മാച്ചിലെ റഫറി ഫാക്കുണ്ടോ ടെല്ലോ എക്സ്പീരിയൻസ് റഫറിയാണ്. വേൾഡ് കപ്പ്, യൂറോ ഇതൊക്കെ ഒഫീഷ്യേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്. സ്ട്രിക്ട് റഫറിയാണ്. കാർഡ്സ് കൊടുക്കാൻ പുള്ളിക്ക് ഒരു മടിയുമില്ല. ഇപ്പൊ തന്നെ അർജന്റീനയെ ഫേവർ ചെയ്യും എന്ന് പറയാൻ ഒരു സോളിഡ് എവിഡൻസും ഇല്ല. ഇപ്പൊ നടക്കുന്നത് കൂടുതൽ സോഷ്യൽ മീഡിയ സ്പെക്കുലേഷൻസ് ആണ്. സോ ഫൈനലായി പറഞ്ഞ, റെഫറി അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഫിഫ റൂൾസ് അനുസരിച്ച് തന്നെയാണ്. മാച്ച് കഴിഞ്ഞ ഡിസിഷൻസ് കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷെ കിക്ക് ഓഫിന് മുന്നേ തന്നെ ഈ ഒത്തുകളി, അഴിമതി എന്നൊക്കെ പറയാൻ ഇപ്പോൾ വരെ സോളിഡ് പ്രൂഫ് ഒന്നും ഇല്ല. മാച്ച് കഴിയട്ടെ, ചെറ്റത്തരം കാണിച്ച എന്ന് ഉറപ്പുവരുത്തിയ നമുക്ക് കുറ്റം പറയാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ഇടുക. ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിന് ഫോളോ ചെയ്യുക.